CPM കാരനായിട്ട് എന്താ ഗുണം ഇനി ഈ നാട്ടിൽ? നശിച്ചു നാറാണക്കല്ലായില്ലേ? CPM കാർ ഉൾപ്പെടെ കുറച്ച് നേതാക്കന്മാർ മാത്രമല്ലേ രക്ഷപ്പെട്ടുള്ളൂ. അപ്പോൾ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ആളെപ്പോലും ഇതുവരെ അധിക്ഷേപിച്ച് നമ്മൾ ഒരിടത്തും ഒന്നും കണ്ടിട്ടില്ല. പിന്നെ എന്തിനായിരുന്നു ഇത്? അപ്പോൾ അത് വർഗീയതയാണെന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ അവനെ, അവൻ്റെ അച്ഛനെ, അവൻ്റെ അപ്പൂപ്പനെയും വരെ ചീത്ത വിളിക്കുമ്പോൾ ആർക്കാന്നാണൊക്കെയാണ്. BJP എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി, ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമുള്ള പാർട്ടി എന്നാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് വിചാരിക്കുന്ന ഒരു ചിന്താഗതി തന്നെയാണ്. രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പോണത്. വിശ്വാസം ഞാൻ എടുത്തു പറയണം, ആ വിശ്വാസത്തിലാണ് ഞാൻ അതിലേക്ക് വന്നത്. മുസ്ലിം ലീഗ് എന്ന് പേരിട്ടപ്പോൾ അത് മതേതരത്വമാണ്. BJP മാത്രം ചാണക സംഖ്യ അങ്ങനെ ഇങ്ങനെന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് അഭിമാനമാണ് തോന്നുന്നത്. കാരണം എന്നറിയാമോ, സംഖി എന്ന് പറയുന്നത് സംഘം ചേരുന്ന അതിൻ്റെ ഒരു ആളാണ് ഇന്ന് ഇന്ത്യ 2ാം ടേം ഭരിക്കുന്നത്, 3ാം ടേം ഭരിക്കാൻ പോകുന്നതെന്ന് തന്നെ പറയുന്നു. രാഷ്ട്രീയത്തിനെ മതവുമായി മിക്സ് ചെയ്യുന്നു ഇപ്പോൾ. അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചു തുടങ്ങിയത്. മലയാള സിനിമയിൽ 90കളിലുണ്ടായ ചിരി വസന്തത്തോടൊപ്പമാണ് നമ്മൾ ആ പേരുകൾ കേട്ടു തുടങ്ങിയത്. രാജൻ കിരിയത്ത്, വിനു കിരിയത്ത്, മലയാളത്തിലെ ആദ്യത്തെ ഇരട്ട തിരക്കഥാകൃത്തുക്കൾ. അതിൽ വിനു കിരിയത്ത് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം. യഥാർത്ഥത്തിൽ തിരക്കഥയ്ക്ക് ഉപരിയായി, തിരക്കഥയിൽ കാണുന്ന ചിരികൾക്ക് ഉപരിയായി ചില ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിച്ഛായകൾക്കും അപ്പുറത്തേക്ക് ചില പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ താങ്കളുടേതായ പ്രചരിക്കുന്നുണ്ട്. മലയാള സിനിമയെക്കുറിച്ചാകുമ്പോൾ ഇപ്പോഴത്തെ സമീപകാല ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്രമാത്രം ഒരു പ്രതികരണം ഉണ്ടായത് ഏത് സാഹചര്യത്തിലാണ്? തുടക്കത്തിൽ നിന്ന് വരെ ചിരിപ്പടം എന്ന് പറഞ്ഞില്ലേ, ചിരിപ്പിക്കാനും ചിരിക്കാനും കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും പാഴാക്കരുതെന്നാണ്. കാരണം അതിലപ്പുറം മറ്റൊരു മെഡിസിൻ ഇല്ല. നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളൊരു കോമഡി പടം കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് മാറും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്ത എല്ലാ പടങ്ങളും കോമഡി ഫിലിംസ് തന്നെ ആയിരുന്നു. 2.5 മണിക്കൂർ ജനങ്ങളെ ചിരിപ്പിക്കുന്നതോടൊപ്പം അവരുടെ ചിരി കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം. എന്നാൽ ഈ സബ്ജക്റ്റുകളെല്ലാം സീരിയസ് മാറ്റേഴ്സ് ആയിരുന്നു. ചിരിപ്പിക്കാൻ വേണ്ടി ഒരു പടവും നമ്മൾ ചെയ്തിട്ടില്ല. വളരെ പ്രശ്നം ഉണ്ടാകാവുന്ന തരത്തിലുള്ള സബ്ജക്റ്റുകൾ എടുത്ത് സിനിമയാക്കിയിട്ട് അതിനെ ഹ്യൂമർവൽക്കരിക്കുക ഭയങ്കര പ്രയാസമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആയുഷ്കാലം, ഒരാളുടെ ഹൃദയം മാറ്റി വയ്ക്കുകയാണ്. പക്ഷെ അതിനെ നമ്മൾ നർമ്മത്തിലൂടെ എത്രയോ പ്രേതപടങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ കരയിപ്പിക്കുന്ന പ്രേതം എന്ന് പറയുന്നത് ആയുഷ്കാലത്തിലെ ജയറാമാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ എല്ലാ ഉള്ളിലും ഒരു കോയിന്റെ 2 വശം പോലെ പ്രതികരണ ശേഷിയുമുണ്ട്, പ്രതികരിക്കാതിരിക്കാനുള്ള ഒരു ശേഷിയുണ്ട് അല്ലേ. പക്ഷെ സിനിമയിൽ പലരും പ്രതികരിക്കില്ല. ബിക്കോസ് ഞാനായിട്ട് എന്തിന് നമ്മുടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് എൻ്റെ അവസരം നഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കുന്നവരാണ് സിനിമയിലതല്ല, പൊതുവെ മലയാളി എന്ന് ഞാൻ പറയും. ഞാൻ അങ്ങനെയല്ല, പറയാനുള്ളത് പറയണം. തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതാണ്. ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്ത് ഒരാൾ തെറ്റാണെന്ന് പറഞ്ഞാൽ എനിക്ക് 100% ബോധ്യമുണ്ടെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും അത് തിരുത്താൻ നോക്കണം. മലയാള സിനിമയുടെ പ്രത്യേകത ഇനി മലയാളത്തിൽ മാത്രമാണോ എന്നറിഞ്ഞുകൂടാ, അവർ രാഷ്ട്രീയം തുറന്നു പറയാൻ മടിക്കുന്നവരാണ് മിക്കവരും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സിനിമയിൽ മാത്രമല്ല കേട്ടോ, മലയാളികൾക്കെല്ലാം പൊതുവെ രാഷ്ട്രീയം പറയാൻ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് നിങ്ങൾ ഏത് രാഷ്ട്രീയമാണെന്ന് ചോദിച്ചാൽ പറയില്ല. കാരണം അവന് നാളെ ഒരു ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ കിട്ടും. ആര് ഭരിക്കുന്നോ അവർക്കെതിരായി നിൽക്കാൻ. എന്നാൽ സംഘടനകളിൽ ചേരുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ ചേർക്കപ്പെടുന്നവരാണ് കൂടുതലെന്ന് പറയാം. അതെന്തുകൊണ്ടാണ്? രാഷ്ട്രീയത്തിന്റെ ആധിക്യം കൊണ്ടാണോ അതോ? അങ്ങനെയല്ല. ഈ പറഞ്ഞ നമ്മളായിട്ട് എന്തിനാ ഒരു കൊല്ലാപ്പം, എനിക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ട്, ഞാൻ സുഖമായിട്ടിരിക്കുക, നമ്മൾ കയറി പ്രശ്നങ്ങൾക്ക് പോണ്ട എന്ന് വിചാരിക്കുന്നവരാണ് 90% പേര്. പക്ഷെ ഇന്നങ്ങനെയല്ല കേട്ടോ, എല്ലാവരിലും ഒരു രാഷ്ട്രീയമുണ്ട്. അതോടൊപ്പം രാഷ്ട്രീയത്തിനെ മതവുമായി മിക്സ് ചെയ്യുന്നു ഇപ്പോൾ. അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചു തുടങ്ങിയത്. കാരണം മതങ്ങളും 3 മതങ്ങളും ഉള്ള നാട്ടിലാണ് ഞാൻ ജനിച്ചത്. ഇവിടെ എനിക്ക് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്, ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്, ഹിന്ദു ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഹിന്ദുവായി ജനിച്ചു. അതുകൊണ്ട് ഞാൻ എൻ്റെ വിശ്വാസങ്ങളെ മാറ്റിവെച്ചിട്ട് മറ്റു മതങ്ങളെ സ്നേഹിക്കണമെന്ന് പറയല്ല. ഞാൻ എൻ്റെ മതത്തെ സ്നേഹിക്കുകയും മറ്റു മതങ്ങളെ വിശ്വസിക്കുകയും ചെയ്യുന്നിടത്താണ് നമ്മൾ മനുഷ്യരാകുന്നത്. ഞാൻ ഭീമാ പള്ളിയിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അവിടെ ഈ ചന്ദനത്തിരി കത്തിക്കലാണ് മെയിൻ. ഇപ്പോൾ കുറച്ച് നാളായി പോയിട്ട്. താങ്കൾ ഒരു വിശ്വാസിയാണ്?
വിശ്വാസമാണ് നമ്മളുടെ നയിക്കുന്നത്. നോക്കൂ, ഈ അന്ധവിശ്വാസികൾ എന്നൊക്കെ പറയുന്നില്ലേ, നമ്മൾ ഈ ശ്വസിക്കുകയാണ് ഓരോ സെക്കൻഡും. നമുക്ക് പക്ഷെ ശ്വാസം കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതൊരു ശക്തി തന്നെയാണ് നമ്മളെ. എപ്പോഴാണോ നമ്മൾ ഓരോ സെക്കൻഡും മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ജനിക്കുന്ന ദിവസം തൊട്ടാണല്ലോ. കാരണം ശ്വാസം പുറത്തോട്ട് വിടുന്നത് മരണമാണ്, തിരിച്ച് വലിക്കുന്നത് ജീവിതമാണ്. ഇത് എപ്പോൾ തിരിച്ച് വലിക്കാൻ പറ്റാതാവുന്നോ അവിടെ തീരും. അപ്പം അത് ദൈവം നമ്മൾ ഓരോ സെക്കൻഡിലും, അതാണ് നമ്മുടെ വളർച്ച എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഈ നമ്മൾ സംസാരിക്കുന്നിടയിൽ ഞാൻ മരിക്കുന്നു ജീവിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഡോക്ടേഴ്സ് കുഴഞ്ഞു വീണ് മരിക്കുന്നു. ശ്വാസത്തെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അതൊരു ശക്തിയാണ് എന്ന് വിശ്വസിച്ചാൽ പിന്നെ വിശ്വസിക്കുന്നതുകൊണ്ട് നമുക്കൊരു നഷ്ടവും ഇല്ല. അതൊരു ബൗദ്ധ ദർശനമാണ് കേട്ടോ. ആണ്. അല്ല, അങ്ങനെ അനുനിമിഷം മരിക്കുകയും അനുനിമിഷം ജനിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും, നീയൊന്ന് വലുതായി പോയല്ലോ. അതൊരു ക്രെഡിറ്റ് അല്ല, അവൻ മരണത്തിലേക്ക് അടുക്കുകയാണ്. കാരണം എന്തായാലും ഒരു മരണമുണ്ട്. കുഞ്ഞായിരിക്കാനല്ലേ ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും കുഞ്ഞായിട്ട് തിരിച്ചു വന്നെങ്കിൽ എന്നുള്ള ആഗ്രഹിക്കും നമ്മളൊക്കെ. കാരണം ഒരു ടെൻഷനും ഇല്ല ബാല്യകാലം കുട്ടി, അല്ലേ? ഇന്ന് നമ്മൾ എല്ലാവരും ഒരു കണക്കിന് അല്ലെ മറ്റൊരു കണക്കിന് ടെൻസ്ഡ് ആണ് ലൈഫ്. ഈ തൊഴിൽ മേഖലയിലേക്ക്, ഇപ്പൊ സിനിമ എന്ന തൊഴിൽ മേഖലയാണ് താങ്കളുടേത്. ആ തൊഴിൽ മേഖല ഇത്രമാത്രം ടെൻസ്ഡ് ആകാനുള്ള കാരണം മതമാണോ? പണ്ടല്ലായിരുന്നു. പണ്ട് ഒരു പടം നിർമ്മിക്കുന്നു, ആ പടത്തിന് ഒരു നഷ്ടം വന്നു. അതേ നായകൻ, എടുത്തു പറയാം പ്രേം നസീർ, അതേ നിർമ്മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അസേ എന്നൊക്കെയാണ് അദ്ദേഹമൊക്കെ എല്ലാവരും വിളിക്കുക. അസേ, നമുക്ക് അടുത്തൊരു പടം ചെയ്യാം, വിഷമിക്കണ്ട. അങ്ങനെ എൻ്റെ ചേട്ടൻ്റെ പടത്തിൽ തകലവട്ടാമ്പുറത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം നസീർ ഷീല ഗ്യാപ്പിന് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന ചേട്ടൻ്റെ പടത്തിൽ അഭിനയിച്ചപ്പോൾ ചേട്ടൻ തന്നെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു, പ്രൊഡ്യൂസർ എടുത്ത് റൂമിൽ വരാൻ പറയൂ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ. അമൃതയിലാണ് അദ്ദേഹം താമസിക്കുന്നത് സ്ഥിരം. അവിടെ ചെന്നപ്പോൾ ആ കൊടുത്ത പൈസയിൽ നിന്ന് 1% പൈസ തിരിച്ചെടുത്ത പ്രൊഡ്യൂസർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ 28 ദിവസം ഡേറ്റ് മേടിച്ചു, പക്ഷെ 18 ദിവസം കൊണ്ട് തീർത്തപ്പോൾ 10 ദിവസം ഞാൻ വേറൊരാൾക്ക് കാശാക്കി എന്ന് പറയുന്ന എത്ര പേരുണ്ട് ഇന്ന്? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ അവരെല്ലാം കണ്ടു ആണ് ഞങ്ങളൊക്കെ വളരുന്നത്. അതുപോലെ തന്നെ സത്യൻ മാസ്റ്ററും അവസാന നിമിഷം പോലും അദ്ദേഹം ആരോഗ്യം പൊയ്ക്കൊണ്ടിരിക്കുക എന്നുള്ള മറ്റവരെ അറിയിക്കാതെ അഭിനയിക്കുകയാണ്. കാരണം അഭിനയമാണ് എൻ്റെ മേഖല, അതിനെ അത്രത്തോളം സ്നേഹിച്ചു. അതുപോലെ തന്നെയാണ് മധുസാറും. ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടക്കേണ്ടി വന്നു, പഴയ ഉമാ സ്റ്റുഡിയോയിലെ കേസ്. പക്ഷെ കാലം സത്യം തെളിയിക്കുമെന്ന് പറയുന്ന പോലെ അദ്ദേഹം അതിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇന്നും മധുസാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇനി കവച്ചു വയ്ക്കാൻ മറ്റൊരു ആരും ഉണ്ടെന്ന്. എപ്പോഴാണ് ഈ ഒരു സിനിമയിലേക്ക് ഇതേപോലുള്ള ഒരു മാലിന്യം കടന്നു വരുന്നത്? പറയാം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, എൻ്റെ എല്ലാം കുട്ടിക്കാലത്ത് നമ്മൾ കേട്ട് വളർന്നിരിക്കുന്ന കുറെ ബാനറുകളുടെ പേരുകളാണ്. ഞാൻ പലയിടത്തും പറഞ്ഞതാണ്. മഞ്ഞുലാസ്, നീല, സുബ്രഹ്മണ്യം, അല്ലെ, അരോമ, ഇങ്ങനെയുള്ള ബാനറുകൾ കേട്ടപ്പം അവസാനം ഞാൻ കണ്ട ഏറ്റവും വലിയ KT കുഞ്ഞുമോൻ എന്നിട്ടിങ്ങനെ തൊഴുതുകൊണ്ടിരുന്നാൽ ആ പടത്തിന് ആള് കയറും. നായകന്റെ പോസ്റ്റർ പോലും വേണ്ട. അപ്പൊ അദ്ദേഹത്തിന്റെ പോസ്റ്റർ വെച്ച് അദ്ദേഹം പടം ഇറക്കിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ട്. അപ്പൊ അവരെല്ലാം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണമെടുത്ത് സിനിമ ചെയ്തു. എപ്പോഴാണോ ഗൾഫ് മണി ഇങ്ങോട്ട് വരാൻ തുടങ്ങി, സിനിമ എന്തെന്നോ അതിൻ്റെ ഒന്നും അറിയാതെ സിനിമ എടുക്കാൻ പോകുന്നു. ഈ പറയുന്ന മഞ്ഞിലാസും അരോമമണിയും നീല പ്രൊഡക്ഷൻസും അരോമമണിയും ദിനേശ് പണിക്കർ വരെയുള്ള കിരീടം എടുത്ത് രോഹിത് ഫിലിംസ് അവര് വരെ കിരീടം കൃപ ഫിലിംസ്, ഈ കൃപ ഫിലിംസ് വരെ ഉള്ളവരും നിർമ്മാതാക്കൾ കലാകാരന്മാരായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം കിരീടം കഴിഞ്ഞിട്ട് പുള്ളി ഉടനെ ചെയ്തൊരു കൊച്ചുപടമാണ്. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് പടം, ചെപ്പ് കളിക്കണ ചങ്ങാതി. പുള്ളി ഉടനെ കിരീടം കഴിഞ്ഞിട്ട് ഞാൻ വലിയ പടം എന്നുള്ളതിലേക്കല്ല പോയത്. നല്ല സബ്ജക്റ്റുകൾ വേണം. അപ്പൊ അങ്ങനെയാണ് ഇരട്ട തിരക്കഥാകൃത്തുക്കൾ ഉണ്ടാവുന്നത്. അപ്പോൾ കലാകാരനായിരിക്കണം നിർമ്മാതാവ്, അല്ലാതെ ദുരുദ്ദേശത്തോടു കൂടി പടം എടുക്കാൻ വരരുത്. അങ്ങനെ ചെയ്ത ഒരു കാലത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. ചായ കുടിക്കാൻ തേയിലത്തോട്ടം വാങ്ങിക്കണ്ടെന്ന് ഞാൻ എപ്പോഴും പലരോടും പറയും. അങ്ങനെ ഈ ഇൻഡസ്ട്രിയിൽ വന്നിറങ്ങി ആയി. പിന്നെ അത് കള്ളപ്പണത്തിലേക്കായി. ഇപ്പൊ പറയുന്നു മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ അത് ഉണ്ടെങ്കിൽ അന്വേഷിക്കണമെന്ന് ഞാൻ പറയുകയാണ്. കാരണം എനിക്ക് കേട്ടറിവേ ഉള്ളൂ. മട്ടാഞ്ചേരിക്കാരുടെ ആരുടെയും പടം ഞാൻ ചെയ്തിട്ടുമില്ല. പക്ഷെ അതുണ്ടെങ്കിൽ ആ സോഴ്സ് ഓഫ് ഇൻകം കാണിക്കണം. അതൊരു മതത്തെ അധിക്ഷേപിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിഹത്യക്ക് വേണ്ടിയാണ് അത്തരം സിനിമകൾ എടുക്കണമെങ്കിൽ അതിനൊരു തടയിടേണ്ടത് തീർച്ചയായും ആവശ്യം തന്നെയാണ്. അപ്പോൾ താങ്കൾ തുടക്കം പറഞ്ഞതിലേക്ക് ഞാൻ വരികയാണ്. ഇന്ന് എല്ലാവരിലും ഒരു രാഷ്ട്രീയമുണ്ട്, എല്ലാവരിലും ഒരു മതചിന്തയുമുണ്ട്.
പണ്ടതില്ലായിരുന്നു. ഞങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 35 പടം ചെയ്യുന്നവരെയും ഇത്തരം ചിന്താഗതികൾ ഞങ്ങളുടെ മനസ്സിലില്ല. പിന്നെ പിന്നെ പതുക്കെ ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലായി തുടങ്ങി, മറ്റവനെ വിളിക്കും, ഇവനെ വിളിക്കും, ഇവൻ വേണ്ട. പിന്നെ നമ്മൾ പോസ്റ്ററുകൾ കാണുമ്പോൾ അറിയാം ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട, ഇപ്പോൾ ഒരു ഹിന്ദുവിൻ്റെ പടമാണെങ്കിൽ മൊത്തം ഹിന്ദുക്കളായിരിക്കും. അങ്ങനെ ഒരു ലെവലിലേക്ക് പോകുന്നു. അത് നമ്മളെപ്പോലെയുള്ളവർക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഒരു സിനിമയിൽ പോലും ഒരു വ്യക്തിയോ മതത്തെയോ ഞങ്ങൾ ആക്ഷേപിച്ചിട്ടില്ല. മലപ്പുറം ഹാജി മഹാനായ ജോജി എന്ന പടം നമ്മൾ എഴുതുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മതം എന്ന് നമ്മുടെ അമിതമായി അതിലുണ്ടെങ്കിൽ നമുക്ക് ഹാജിയാരെ ഏതെല്ലാം രീതിയിൽ കളിയാക്കാം. ഒരിക്കലും അത് ചെയ്തിട്ടില്ല. അതിൽ സിദ്ദിഖ് മധുസാറാണ് ഹാജിയാരായിട്ട് അഭിനയിച്ചത്. കരമന ജനാർദ്ദൻ നായർ അദ്ദേഹമാണ് മറ്റൊരു മുസ്ലിമായിട്ട് അഭിനയിച്ചത്. വില്ലൻ നരേന്ദ്രപ്രസാദാണ് ഹിന്ദുവായ. ആ കഥയ്ക്കത് ആവശ്യമുള്ളതുകൊണ്ട് മാത്രം. പക്ഷെ അവിടെയും ന്യായീകരണം കൊടുത്തു രണ്ടു കൂട്ടർക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ഹാജിയാരെ ഇപ്പോൾ നായകന്റെയും അല്ലെ പ്രതിനായകന്റെയും വേഷങ്ങൾ, പേരുകൾ, അവരുപയോഗിക്കുന്ന ഭാഷ, അവരുടെ ഡയലോഗ്, ഇതെല്ലാം നാം എന്താ പറയുക അനലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ പൊളിറ്റിക്കലി കറക്റ്റ്നെസ് മാത്രമല്ല നോക്കുന്നത്, അവിടെ ഈ മതവും കടന്നു വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പോഴാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും, ചെറിയ ഡയലോഗുകൾ പോലും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകുന്നത്. ഇപ്പം നമുക്കറിയാം പുഴു എന്ന ചിത്രത്തിന്റെ അതാണ് ഏറ്റവും വലിയ വിമർശനത്തിന് വിധേയമായത്. ഈ ഒരു വിവാദത്തോട് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അതിനോടുള്ള പ്രതികരണം? അതായത് ആദ്യം അവനവന്റെ കുറ്റങ്ങൾ ആദ്യം കണ്ടെത്തുക. എനിക്കെന്തെല്ലാം കുറവുകളുണ്ട്, എന്നിട്ട് മറ്റുള്ളവനെ ഇൻസൾട്ട് ചെയ്യുക. ഇനി മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്യുന്നതിൽ ആഹ്ലാദം കാണുകയും വേണ്ട. ഇത് കലയാണ്. അതെ, ഇതൊരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേരുണ്ട്. മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും സുരേഷ് ഗോപി ആയാലും ലാസ്റ്റ് നമുക്ക് ഉണ്ണി മുകുന്ദൻ വരെ എടുത്ത് ഇവരെല്ലാവരും കൂടെ ചേരുമ്പോൾ ജീവിക്കുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അല്ലേ. ഒരു മമ്മൂട്ടി ഒരു പടം ചെയ്തു, മമ്മൂട്ടി പടം പൊളിഞ്ഞു, അല്ലെ മമ്മൂട്ടി പടം ഹിറ്റായി എന്നല്ല നമ്മൾ പറയണ്ടേ. അവിടെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്ത് നിർമ്മാതാവിന്റെ മതം ഇവിടെ ആരും നോക്കുന്നില്ല. മമ്മൂട്ടി മുസ്ലിമാണ്, അല്ലെങ്കിൽ സുരേഷ് ഗോപി ഹിന്ദു ആണെന്നുകൊണ്ട് ആക്ഷേപിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ എല്ലാവരും ഹിന്ദു മുസ്ലിം ഒന്നും അല്ലല്ലോ. അവരെന്തുമാത്രം അധ്വാനിച്ചൊക്കെ ഉണ്ടാക്കിയ പണം എടുത്തൊരു പടം എടുക്കുമ്പോൾ ആ പടം വിജയിപ്പിക്കാൻ നോക്കുക. അപ്പൊ ഇന്നലെ ഒരു 2-3 ദിവസം മുമ്പ് ഷൈൻ നിഗത്തിന്റെ ഒരു വലിയ ഇഷ്യൂ അറിയാമല്ലോ. അത് പുള്ളി പിന്നീട് ഒരു ക്ഷമാപണം പറയുന്നെങ്കിൽ പോലും അതൊരു അന്തസ്സില്ലായ്മ എന്ന് തന്നെ ഞാൻ പറയും. ബിക്കോസ് അബി സിനിമാ നടൻ എന്ന് പറയാനേ പറ്റുള്ളൂ, സ്റ്റാറൊന്നും ആയിട്ടില്ല. എന്നാൽ അക്കൂട്ടത്തിൽ വന്നതാണ് കോട്ടയം നസീർ, നവാസ്, നാദിർ ഷാ, സൈനുദ്ദീൻ, ദിലീപ്. ഞാൻ പറഞ്ഞു ഈ ഒരു മതത്തിൽപ്പെട്ടവരുടെ കാര്യം പറയണേ, മതമാണ് ഇവിടെ ഇഷ്യൂ എങ്കിൽ ഞാൻ പറയണത്. അബി ഞാനായിട്ട് അടുപ്പമുണ്ട്, എൻ്റെ ചേട്ടൻ്റെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അബി അമിതാഭ് ബച്ചനെ അവതരിപ്പിക്കുന്ന കാണാൻ വേണ്ടി ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അബി സ്വയം അമിതാഭ് ബച്ചനാണെന്ന് വിചാരിച്ചെടുത്താണ്. ഞാൻ അബിയാണെന്നും ഞാൻ അവതരിപ്പിക്കുന്ന അമിതാഭ് ബച്ചനാണെന്ന് ഒരിക്കൽ പോലും അബി ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഞാൻ അമിതാഭ് ബച്ചൻ ഒരു തോന്നൽ വന്നിടത്താണ്. പുള്ളി ആരും അടുപ്പിച്ചില്ല. പക്ഷെ നല്ല ടാലന്റഡ് ആണ്. അബിയുടെ 10 ഇരട്ടി ടാലന്റ് ഉണ്ട് മകന്. നാളെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ അനിയ മോനെ എന്നൊക്കെ വിളിച്ചാണ് ഞാൻ പറഞ്ഞത്. കാരണം നിനക്ക് കഴിവുണ്ട്, അത് ഇങ്ങനെ കളയാതെ, കാരണം നിന്നെ എല്ലാവർക്കും ആവശ്യം. ഇതിനു മുൻപ് തന്നെ ഷൈനുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇഷ്യൂ ഉണ്ടായപ്പോൾ? ഞാൻ ഇതുപോലൊരു ചാനലിൽ ഞാൻ പറഞ്ഞതല്ല. കാരണം ഇവരെങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് അതൊന്നും സഹിക്കാൻ പറ്റില്ല. വിളിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ നല്ലൊരു ഉപദേശം കൊടുത്തു. കാരണം നല്ല പയ്യനാണ്, നല്ല നടനാണ്, അത് ഇൻഡസ്ട്രിക്ക് ഗുണം ചെയ്യുമെങ്കിൽ ഈ നേരത്തെ പറഞ്ഞത് ഷൈനിന് മാത്രമല്ലല്ലോ ഗുണം ചെയ്യുന്നത്, കുറച്ചുപേര് ജീവിക്കില്ലേ. അപ്പൊ ആ ഇൻഡസ്ട്രിക്കല്ലേ അതിന്റെ ഗുണം. അപ്പൊ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ആളെപ്പോലും ഇതുവരെ അധിക്ഷേപിച്ച് നമ്മൾ ഒരിടത്തും ഒന്നും കണ്ടിട്ടില്ല. പിന്നെ എന്തിനായിരുന്നു ഇത്? അപ്പോൾ അത് വർഗീയതയാണെന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ അവനെ, അവൻ്റെ അച്ഛനെ, അവൻ്റെ അപ്പൂപ്പനെയും വരെ ചീത്ത വിളിക്കുമ്പോൾ ആർക്കാ നാണക്കേട്? എന്തെല്ലാം കേൾക്കുന്ന അവരുടെ അമ്മയെ വരെ പലതും പറയുന്നില്ലേ. അതിനോടൊന്നും യോജിക്കുന്നില്ല ഞാൻ. അഭിപ്രായം പറയാം, പക്ഷെ മാന്യമായ, ഇത് കുത്തിയിരുന്ന് തെറി വിളിക്കുന്നവര് യഥാർത്ഥത്തിൽ അതൊരു അനാവശ്യമായ പരാമർശമായി പോയില്ലേ? തീർച്ചയായിട്ടും. 2 പെൺകുട്ടികളും കൂടെ ഇരിക്കുമ്പോൾ കക്കക്കാന്ന് ചിരിക്കാൻ ആ പിള്ളേരും ബാബുരാജനെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ അതൊന്ന് എഡിറ്റ് ചെയ്യണം. ബാബുരാജ് ഹീറോ അല്ല, മറ്റവരൊക്കെയാണ് ഹീറോസ്. ഒരു ഇൻഡസ്ട്രിയിൽ ബാബുരാജ് എത്രയോ വർഷം മുമ്പേ വന്നതല്ലേ, നല്ലൊരു അഭിനേതാവാണ്, നമ്മളുമായിട്ടൊക്കെ നല്ല അടുപ്പമുള്ള ബാബുരാജിന് പറയാമായിരുന്നു. കാരണം ഷെയ്ൻ പോട്ടെ, അവൻ്റെ ഏജും പക്വതയല്ല, നല്ല അടി കൊടുത്താൽ പക്വത വരും, അത് വേറെ കാര്യം. പക്ഷേ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ പയ്യൻ. അതിൻ്റെ എനിക്ക് തോന്നുന്നു അബിയുടെ വൈഫ് ഇത് ആ പയ്യനോട് പറഞ്ഞ് മനസ്സിലാക്കി കുറേയൊക്കെ ശാന്തി ദിനേശൊക്കെ ഒരുപാട് അയാളെ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട്?
സത്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തല്ല ഇവിടെ, ആ തെറ്റുകളെ തിരുത്താൻ നോക്കട്ടെ ഇവരൊക്കെ, അല്ലേ? അത് അബിയുടെ മോനെ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ മറ്റു മതത്തിൽപ്പെട്ടതും ഇതുപോലെ അഹങ്കാരം പിടിച്ച നല്ലവരും ചീത്തയും എല്ലാ മതത്തിലും ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇതിനെ വർഗീയവൽക്ക് ഇപ്പൊ മമ്മൂട്ടിയുടെ പുതിയ പടം ഇറങ്ങി, ഇഷ്ടമുള്ളവർ പോയി കാണട്ടെന്നേ. പക്ഷെ ഇവിടെ നമ്മൾ നിയന്ത്രിക്കേണ്ട ഒരു കാര്യം, തിയേറ്ററുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൊബൈൽ ഫോണുള്ള എല്ലാവരും ജേർണലിസ്റ്റ് ആവുന്ന ആ പരിപാടി അങ്ങ് വെച്ച് കെട്ടുക. തിയേറ്ററിൽ മൊബൈലും കൊണ്ടത് ഇന്നലെ ഒരുത്തൻ അവനെ കണ്ടു കഴിഞ്ഞാൽ എടുത്ത ഫൈറ്റ് ആണെന്നുണ്ടാവും, അവിടെ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ക്ലൈമാക്സ് ബോംബാണെങ്കിൽ ഒരു ബോംബ് ഇടുവോ? എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെയൊക്കെയാണ് ഒരു പടത്തിന്റെ പ്രൊമോഷൻ കൊടുക്കുന്നത്. അത് തിയേറ്ററുകാർ തടയിടണം. അക്രഡിറ്റേഷനുള്ള ചാനലുകൾ അല്ലെങ്കിൽ മറ്റേ ഇങ്ങനത്തെ യൂട്യൂബേഴ്സ് വരട്ടെ. അപ്പം ഞാൻ ഇന്നലെ ബി ഉണ്ണികൃഷ്ണനെ വിളിച്ചു. എനിക്ക് ഈ മമ്മൂട്ടിയെ ഒരുപാട് പേര് ചീത്ത വിളിക്കണ കണ്ടു. തിരിച്ച് ഉണ്ണിമുഖൻ തന്നെ ചീത്ത വിളിക്കുന്നു, ഷൈൻ നികത്തിനെ ചീത്ത വിളിക്കുന്നു. ഈ ചീത്ത വിളിച്ചുകൊണ്ടല്ല ഷൈനിനോടൊക്കെ ഉപദേശിക്കേണ്ടത്, മാന്യമായിട്ട് ഉപദേശിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. തെറ്റുപറ്റാത്തവരാരും ഇല്ലല്ലോ മനുഷ്യരിൽ. പക്ഷെ ഞാൻ ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ ഈ താരങ്ങൾ ആര് ചെന്നാലും ഉടനെ ഇന്റർവ്യൂ കൊടുക്കുന്ന പരിപാടി അങ്ങ് നിർത്തണം. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താരങ്ങൾ ഇന്റർവ്യൂ എടുക്കുകയാണെങ്കിൽ അത് അവർക്കൊരു ഫെഫ്ക ഉണ്ട്, ഉണ്ണികൃഷ്ണൻ ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. അപ്പം ഇത്തരക്കാർക്ക് അവിടെ ഒരു ഇത് കൊടുക്കൂ, കാർഡ് കൊടുക്കൂ. നിങ്ങൾ അനുവാദമുള്ള ചാനലുകാർ പോയി ഇന്റർവ്യൂ എടുത്തോട്ടെ. ഇന്റർവ്യൂ എടുക്കുമ്പോൾ അവരുടെ അതിനകത്ത് ക്ലോസുകൾ വെക്കുക. വ്യക്തിഹത്യ പാടില്ല, കുറെ കാര്യങ്ങൾ. സിനിമയുടെ പ്രൊമോഷൻ അല്ലേ, അതിന് വ്യക്തിഹത്യ ചെയ്യേണ്ട. മമ്മൂട്ടിയുടെ ഈ പടം ഓടിയാൽ കുറെ പേര് ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെന്ന് വിചാരിക്കാതെ എതിരാളികൾ വന്നിട്ട് മമ്മൂട്ടിയുടെ പടം പൊട്ടി, ഞാൻ ആ വാക്ക് പറയുന്നില്ല, ഷൈൻ നിഗം പറഞ്ഞ അതേ വാക്കുകൾ വെച്ച് കമന്റ് ഇടുന്നു. തിരിച്ചു ചിന്തിക്കണം, നാളെ മോഹൻലാലിന്റെ പടം വരുമ്പോ ഇതേപോലെ തന്നെ ഫാൻസിനെ നിയന്ത്രിക്കേണ്ടത് താരങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഈ താരങ്ങളുടെ നിയന്ത്രണം വന്നപ്പോൾ തന്നെ ഈ പുഴു എന്ന ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ മമ്മൂട്ടിക്ക് ഒഴിവാക്കാമായിരുന്നു എന്നൊരു പ്രസ്താവന താങ്കളിൽ നിന്നുണ്ടായിട്ടുണ്ട്. വേണമെങ്കിൽ എന്നല്ല, ഒഴിവാക്കണമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ അഭിപ്രായം എന്നാണ് ഞാൻ പറഞ്ഞത്. മമ്മൂട്ടിയുടെ ആയിട്ടുള്ള അഭിപ്രായം ഞാൻ എപ്പോഴും പറയുമല്ലോ. ഞാൻ ഇന്റർവ്യൂ പറഞ്ഞ കാര്യം തന്നെ പറയണേ, മമ്മൂട്ടി സ്ട്രേറ്റ് ഫോർവേഡാണെന്ന് ഞാൻ പറയാൻ കാരണം പുള്ളിയുടെ ഒരു ബേസിക് സ്വഭാവം അങ്ങനെയാണ്. ആരെ മുഖത്തൊക്കെ എന്തും പറയും, ദേഷ്യപ്പെടും, പക്ഷെ 10 മിനിറ്റ് കഴിയുമ്പോൾ കൂളാവും, ഇതെല്ലാം കൂളാവും. പക്ഷേ ഇവരെ ഇങ്ങനെ ആക്കുന്നതാരാണ്? ഈ ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെയാണ്. ഒരു ലൊക്കേഷനിൽ ചെല്ലുന്നു, മമ്മൂട്ടി വരുന്നു, എണീക്കുന്നു, ഫൈൻ, കഴിഞ്ഞു. തിരിച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ എണീക്കും, അങ്ങോട്ട് പോകുമ്പോൾ എണീക്കും. ഇതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെയല്ല ബഹുമാനം കൊടുക്കേണ്ടത്. എനിക്കത് കാണുമ്പോൾ പുച്ഛം തോന്നിയിട്ടുണ്ട് പലരോടും. വലിയ വലിയ നടന്മാർ നമുക്ക് ചിങ്കിടികളെ പോലെ ഇങ്ങനെ. ഇവരെന്താ ചെയ്യുന്നത്? ഇവര് അഭിനയിക്കുന്നു, പണം വാങ്ങിക്കുന്നു, അവരുടെ കുടുംബത്തിൽ കൊണ്ടുവന്നു, അവർ ലാവിഷായിട്ട് ജീവിക്കുന്നു. ഈ സാധാരണക്കാരനെ കുത്തിയിരുന്ന് കമന്റ് ഇടുന്നവൻ, ഈ എന്നൊരു സൂപ്പർ സ്റ്റാറിന്റെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും എല്ലാം കൂടെ ഫോട്ടോ ഇട്ടിട്ട് ഹാപ്പി ബർത്ത്ഡേ, സ്വന്തം അമ്മയുടെ ബർത്ത്ഡേ അറിഞ്ഞിടാത്തവരാണ് ഇടണമെന്നൊന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തം അമ്മയുടെ ബർത്ത്ഡേ ഡേറ്റ് ചോദിച്ചാൽ അറിഞ്ഞിടാത്തവരാണ്. ഇത് പണ്ട് നമ്മൾ തമിഴരെ ഒരുപാട് കളിയാക്കുമായിരുന്നു അല്ലേ, പാലഭിഷേകം പോസ്റ്ററിൽ ചെയ്യുന്നത്. ഇന്ന് അതിനേക്കാൾ മോശമായിട്ടല്ലേ നമ്മുടെ ആൾക്കാർ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് ഇവർ ചെയ്ത നന്മകൾ പറയണം വെളിയിൽ. ഇവരെല്ലാം ചാരിറ്റി ചെയ്യുന്നുണ്ട്. അതിപ്പം മോഹൻലാൽ രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, മമ്മൂട്ടി ചെയ്യുന്നുണ്ടായിരിക്കാം, സുരേഷ് ഗോപി പരസ്യമായിട്ട് ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാം. അത് നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ ഇടത് കൈ ഒഴിവാക്കണം എന്ന് പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ്? ഒഴിവാക്കണം ഞാൻ പറയാൻ കാരണം, മമ്മൂട്ടി ഒരു പ്രൊപ്പഗണ്ട സിനിമകളുടെ അത് പറയാൻ ഞാൻ ആളല്ല, അത് മമ്മൂട്ടി ചിന്തിക്കേണ്ടിയിരുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ തിരക്കഥാകൃത്തിന് അങ്ങനെ ഒരു ആശയം തോന്നി, പുള്ളി അത് ചെയ്തു. ഒരു ലേഡിയാണ് അതിൻ്റെ ഡയറക്ടർ. മമ്മൂട്ടി എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ നടനല്ല, മലയാളിയുടെ നടനാണ്. അദ്ദേഹം ഇന്ന് ഈ ലെവലിൽ എത്തിയെങ്കിൽ എല്ലാ മതസ്ഥരും ആ പടം കണ്ടിട്ട് തന്നെയാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നടൻ ആരും ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും തന്നെയാണെന്ന്. മമ്മൂട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞത് പോലും. കാരണം എനിക്കിഷ്ടമാണ്. ദാദാ സാഹിബ് എന്ന് പറയുന്ന പടത്തിനകത്ത് അദ്ദേഹം ചെയ്ത ക്യാരക്ടർ ആരെ അതിശയിപ്പിച്ചിട്ടല്ല. ഞാൻ 2 തവണ 3 തവണ കണ്ടിട്ടുണ്ട് ആ പടം. പക്ഷെ ഇതിനകത്ത് ഒരു വില്ലൻ ചെയ്യേണ്ട റോള് പുള്ളി ചെയ്തതിലാണ് ഞാൻ മെയിനായിട്ട് കുറ്റം പറഞ്ഞത്. ഒരു മകള്, അനിയത്തി, ഒരു അന്യമതസ്ഥൻ, അത് കീഴ്ജാതിക്കാരൻ, ആ വാക്കുപോലും ഇന്ന് പറയുന്നതിനോട് എതിരാണ് ഞാൻ.
അങ്ങനെ ഒരു നാടക നടന് തങ്കപ്പൻ എന്താ പറയുക ഒരാളെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ കൊന്നു കളയെന്ന് പറഞ്ഞത് വില്ലൻ ചെയ്യുമ്പോൾ ആ വില്ലനെ ഒതുക്കാനായിട്ടാണ് സാറിന് പണ്ട് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങൾ. ഇവര് തന്നെ വില്ലനാവുമ്പോൾ അതൊരു വേണ്ടായിരുന്നു എന്ന് എനിക്ക്. അവര് കൊടുക്കുന്ന സന്ദേശം വളരെ മോശം സന്ദേശമായി. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഈ ദുരഭിമാന കൊല ഒരുപാട് നമ്മുടെ നാട്ടിലും കൂടി നോർത്തിലൊക്കെ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് അദ്ദേഹം കൂടി നിർമ്മിച്ചതാണ്. അതാണ്. അപ്പം ജനങ്ങൾക്ക് അതിൽ സംശയം തോന്നിയാൽ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇനി അതൊക്കെ ശ്രദ്ധിക്കട്ടെ, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമയിലെ ഡയലോഗും ഇതേ സമയം തന്നെ ഈ ഒരു വിവാദം പൊന്തി വന്നപ്പോൾ തന്നെ വരുന്നുണ്ട്. അദ്ദേഹത്തിന് പരശുരാമന്റെ അമ്മയെ കൊന്നവൻ അനിൽ എന്നുള്ള രീതിയിലുള്ള പരാമർശം. അപ്പൊ അതിലെന്താണ് ഇവർ കാണുന്ന ആനന്ദം എന്ന് എനിക്കറിഞ്ഞത്. ഇപ്പൊ ബെസ്റ്റ് ഓഫ് ലക്ക് എന്നുണ്ട് എം എ നിഷാദ് ചെയ്തൊരു പടത്തിൽ മമ്മൂട്ടി ഗസ്റ്റാണ്, 5-6 ദിവസം ഗസ്റ്റ് എന്നും പറയാറില്ല, ഏകദേശം ഉണ്ട്. ആസിഫ് അലിയൊക്കെയാണ് ഹീറോ. ഷൂട്ടിങ്ങിന് ഒരു 10 ദിവസം മുമ്പാണ് എം എ നിഷാദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, എനിക്ക് അതിന്റെ ഡയലോഗ്സ് ഒന്ന് എഴുതി തരണം. ഞാൻ നിഷാദും ക്ലോസ് ഫ്രണ്ട്സാണ്, മിക്ക ദിവസം ഓടക്കാം. കാരണം അങ്ങേര് പറയുന്നത് അങ്ങേര് എത്രയോ നല്ല സിനിമകൾ എടുത്തിട്ട് ലാഭം കിട്ടിയ ഒരേ ഒരു പടം എൻ്റെ ഒരു കൊച്ചു പടം തില്ലാന. അത് പുള്ളി തന്നെ പറഞ്ഞു എനിക്ക് വലിയ ബഡ്ജറ്റ് ഇല്ലാതെ ഒരു പടം ചെയ്യണം. ആ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ചെയ്തു കൊടുത്ത അയക്ക് ലാഭം കിട്ടി എന്നുള്ളത് ആ ഒരൊറ്റ പടമാണ്. അവിടെ ഞാൻ മതം നോക്കിയോ? കോട്ടയം നസീർ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സിനിമയിലാണ്, ഏറ്റവും നല്ല വേഷങ്ങൾ. കോട്ടയം നസീർ എന്താ പറഞ്ഞത്, ആരാണോ എനിക്ക് അന്നം തരുന്നത് അതാണ് എൻ്റെ ദൈവം. കാരണം എല്ലാ അമ്പലങ്ങളിലാണ് പുള്ളി, മുസ്ലിം പള്ളികളിൽ ഉത്സവത്തിന് മിമിക്രി ഗാനങ്ങൾ അങ്ങനെ ഒന്നും വെക്കാറില്ല. അപ്പൊ നസീർ ഏറ്റവും കൂടുതൽ അമ്പലങ്ങളിൽ പോയിട്ടാണ്. ഇന്ന് നസീറിന്റെ ആസ്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വളരെ സാധു കുടുംബത്തിൽ നിന്ന് വന്ന് സാമ്പത്തികമായി വളരെ ഉന്നതിയിലെത്തിയത് ഈ ഉത്സവ പറമ്പുകളിലെ പരിപാടികളൊക്കെ ചെയ്തിട്ടാണ്. അയാളുടെ നന്മയുണ്ട്. ഞാൻ പറയാം, പട്ടാഭിഷേകം എന്ന് പറഞ്ഞ പടത്തിലെത്ത പോലീസ് ഓഫീസർ ഏറ്റവും നല്ല വേഷം കൊടുത്ത ഞങ്ങളാണ്. അരമന വീട് 500 ഏക്കർ, അള്ളാക്കി കസാബൂക്ക തൊട്ട് ബൈജുവിനെ കെട്ടി, ഇങ്ങനെ എൻ്റെ മിക്കതും എല്ലാ പടത്തിലും, എൻ്റെ രാജന്റെ പടത്തിലും നസീറുണ്ട്, നവാസുണ്ട്. ഇന്നും ഒരു പടം ചെയ്യുന്നത് ഞങ്ങൾ അവരെ വിളിക്കും. അവിടെ ഞങ്ങൾ ജാതി മതമൊന്നും, അവിടെ ടാലന്റാണ് ഞങ്ങൾ നോക്കുന്നത്, ഇല്ലേ? അപ്പൊ ഞങ്ങൾ ഈ വർഗീയതയല്ല, പക്ഷെ ഞങ്ങൾ ഓപ്പണായിട്ട് പറയുമ്പോൾ ഞങ്ങളെ വർഗീയത ഓപ്പണായിട്ട് ഈ രാഷ്ട്രീയം പറയുക അല്ലെങ്കിൽ രാഷ്ട്രീയ ആഭിമുഖ്യം പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇപ്പം ഉണ്ണിമൂന്നനെ പോലുള്ളവര് അങ്ങനെ വരുമ്പം ഇൻഡസ്ട്രിയിൽ വലിയ രീതിയിൽ വിവേചനം നേരിടേണ്ടി വരുന്നു. ഇതിന് പൊളിറ്റിക്കലായിട്ടുള്ള കാരണങ്ങളില്ലേ? അതിന്റെ മെയിൻ ധാരണ BJP എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി, ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമുള്ള പാർട്ടി എന്നാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് വിചാരിക്കുന്ന ഒരു ചിന്താഗതി തന്നെയാണ്. രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പോണത്. വിശ്വാസം ഞാൻ എടുത്തു പറയണം, ആ വിശ്വാസത്തിലാണ് ഞാൻ അതിലേക്ക് വന്നത്. മുസ്ലിം ലീഗ് എന്ന് പേരിട്ടപ്പോൾ അത് മതേതരത്വമാവുന്നു. അത് പാടില്ല. അതിനെയും നമ്മൾ കാണണം. കാരണം അവർ നല്ല നേതാക്കന്മാരില്ലേ, ഇഷ്ടം പോലെ നാടിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച നേതാക്കന്മാർ മുസ്ലിം ലീഗിലും ഉണ്ട്. കേരള കോൺഗ്രസ് എല്ലാം ക്രിസ്ത്യാനികളല്ലേ, പക്ഷെ അവർ ചെയ്യുന്നത് നല്ല കാര്യങ്ങളല്ല. ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നല്ലതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഇതാണ്. പക്ഷെ BJP മാത്രം ചാണക സംഖ്യ അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പൊ നമുക്ക് അഭിമാനമാണ് തോന്നുന്നത്. കാരണം എന്നറിയാമോ, സംഖി എന്ന് പറയുന്ന സംഘം ചേരുന്ന അതിൻ്റെ ഒരു ആളാണ് ഇന്ന് ഇന്ത്യ 2ാം ടേം ഭരിക്കുന്നത്, 3ാം ടേം ഭരിക്കാൻ പോകുന്നതെന്ന് തന്നെ പറയുന്നു. അവർ വിശ്വാസമാണ്. അപ്പോൾ ആ ചെയ്യുന്നത് മുത്തലാഖ് നിരോധിച്ചപ്പോൾ എത്രത്തോളം പെൺകുട്ടികൾക്ക് തന്നെ പറയാം ജീവിതം ധന്യമായി, അല്ലേ? അതിനെ എന്തിനാ എതിർക്കുന്നത്? അപ്പൊ ഇവർക്ക് പെണ്ണുങ്ങളോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലേ പുരുഷന്മാർക്ക്? എൻ്റെ സഹോദരി ഇനി ചതിയിൽപ്പെടില്ല, ഒരാളെ കല്യാണം കഴിച്ചോ അയാൾ തന്നെയായിരിക്കും അവസാനം വരെയും ഭർത്താവ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യം വേണ്ടേ ചിന്തിക്കാൻ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ആ പാർട്ടിയോട് ഉണ്ണിമുകുന്ദൻ എത്രയും വേഗം, കാരണം അദ്ദേഹത്തിന്റെ ജയ് ഗണേഷ് എന്ന സിനിമ വേണ്ടത്ര രീതിയിൽ വിജയിച്ചില്ല. അതുകൊണ്ട് എത്രയും വേഗം അദ്ദേഹം CPM ആകണം എന്നുള്ള അഭിപ്രായമൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ളതിനോട് താങ്കൾക്ക് പ്രതികരണം? നോക്കൂ, ഇവിടെ ഷാറൂഖ് ഖാന് ഏതെല്ലാം രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപം നടക്കുന്നുണ്ട്. പുള്ളിയുടെ പടങ്ങൾ ഓടുന്നില്ലേ? ഉണ്ണിമുകുന്ദന്റെ പടം ഓടിയോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടിയാലും വിജയിച്ചില്ലയോ അതൊരു മാറ്റർ അല്ല ഇവിടെ. കാരണം എല്ലാവരും സിനിമ എടുക്കുന്ന വിജയിക്കാൻ തന്നെയാണ്. പൊട്ടാൻ വേണ്ടി ആരും സിനിമ എടുക്കാറില്ല. എത്രയോ സൂപ്പർ സ്റ്റാർസിന്റെ പടങ്ങൾ പൊളിയുന്നുണ്ട്. അവർ മനഃപൂർവ്വം പൊളിക്കാൻ എടുക്കുന്നതാണോ? ഉണ്ണിമുകുന്ദന്റെ അടുത്ത പടം ഹിറ്റ് ആകുമ്പോൾ ഇത് മാറും. അപ്പൊ അതിനെ ആഘോഷിക്കരുത്. ഞാൻ അതാണ് പറഞ്ഞത്. ഒരാളുടെ ഇപ്പൊ മമ്മൂട്ടിയുടെ പറയുമ്പോഴാണ് ഇവിടെ ചോദിക്കുന്നത്, CPM കാരനായിട്ട് എന്താ ഗുണം ഇനി ഈ നാട്ടില്? നശിച്ചു നാറാണക്കല്ല ആയില്ലേ? CPM കാർ ഉൾപ്പെടെ കുറച്ച് നേതാക്കന്മാർ മാത്രമല്ലേ രക്ഷപ്പെട്ടുള്ളൂ.
ഇന്നലെ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. വിഷമത്തോടെ പറയുകയാണ്, ഒരു കുടുംബശ്രീ യൂണിറ്റ് അവരവിടെ ദേശാഭിമാനി പത്രം വരുത്തുന്നു, എന്നാൽ ആ അംഗങ്ങൾ എല്ലാവരും എടുക്കാത്തതുകൊണ്ട് അവരെ അതിൽ നിന്ന് ഒഴിപ്പിച്ചു വിട്ടു എന്നൊരു വാർത്ത കണ്ടു. സത്യം അറിയില്ല, പക്ഷെ ആണെങ്കിൽ എത്ര ജീവിക്കാൻ വേണ്ടിയില്ലേ അവർ കഷ്ടപ്പെടുന്നത്? ഇതാണോ സ്ത്രീ സുരക്ഷ? പത്തനംതിട്ട സത്യമാണെന്നല്ല, ഞാൻ വാർത്തകൾ കണ്ടാണ്, പക്ഷെ കേട്ടപ്പോൾ സങ്കടം തോന്നി. ഒരു കുടുംബം അവർ മാന്യമായി, അത് നല്ല പേരുള്ള രാഷ്ട്രീയം മാറ്റിയാൽ രക്ഷപ്പെടുമെന്നുള്ള രീതിയിലുള്ള പ്രചരണം ഒരു അടിസ്ഥാനവും ഇല്ല. ഉണ്ണിമുഖം അങ്ങനെ മാറുന്ന കൂട്ടത്തിലും അല്ല. ഇവിടെ ശോഭന വന്നു BJP-യിലോട്ട്. എന്തായിരുന്നു തെറിവ്? KS ചിത്രയുടെ ഇഷ്യൂ അറിയില്ല, ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒരു ഹിന്ദുവിന് മാത്രം ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അവൻ്റെ അമ്പലത്തിൽ പൊക്കൂടാ, ഞാൻ ഹിന്ദു വിശ്വാസിയാണെന്ന് പറഞ്ഞുകൂടാ, എങ്കിൽ CPM-കാരനാവാം. അതെന്ത് നിയമം? ഈ CPM-കാരായാലും കോൺഗ്രസ്സുകാരായാലും ഇവരെല്ലാം ഈ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ഇങ്ങനെ അധിക്ഷേപിച്ച് എത്ര നാൾ ഇവർക്ക് മുന്നോട്ട്? അതൊക്കെ മാറി തുടങ്ങി. ജനം എക്കാലവും കഴുതയല്ല, ജനങ്ങളെല്ലാം മാറി മാറി വിശ്വസിച്ചു തുടങ്ങി. ഒഴുക്ക് രണ്ട് പാർട്ടിയിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതല്ല, 3 പേരും വേണം ഇവിടെ എന്ന് പ്രതിപക്ഷം ആവശ്യമാണ് നമുക്ക്. ഇപ്പൊ BJP കേന്ദ്രം ഭരിക്കും, അതുകൊണ്ട് കോൺഗ്രസ് പോകരുതെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ BJP-യുടെ വലിയ നേതാവിനെ തന്നെ അതിരൂക്ഷമായി വിമർശിച്ച ഒരു സംവിധായകൻ, അത് താങ്കളും ഈ മുമ്പേ പറഞ്ഞ ആയുഷ്കാലത്തിന്റെ സംവിധായകനാണ്. അല്ല, ഞാൻ തിരക്കഥാകൃത്താണ്. കമലാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹമാണ് ഈ നരേന്ദ്രമോദിയെ നരാധമൻ എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ മാറ്റം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കമൽ എന്ന് പറയുന്ന, ഞാൻ ആയുഷ്കാലം ചെയ്യുന്ന അന്ന് മുതൽ ഉള്ള ഒരു ബന്ധം ഇന്നും കീപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ മതമോ എൻ്റെ മതമോ പുള്ളിക്ക് ഒരു പ്രശ്നമല്ല. കാരണം ഞങ്ങൾ കൊടുങ്ങല്ലൂർ ഇരുന്നാണ് എൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ പുള്ളിയുടെ വീട്ടിൽ തന്നെയാണ് ഊണും കാര്യങ്ങളും. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് വിളിച്ചു. എറണാകുളത്ത് ഞാൻ പോയി. ഞങ്ങൾ ഇപ്പോഴും ഹരികുമാർ മരിച്ചപ്പോൾ കണ്ടു. ഈ പബ്ലിക് എപ്പോഴും ഒന്ന് ചിന്തിക്കുക, ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന കമ്മ്യൂണിസ്റ്റുകാരന് ഞാനും കൂടെ അസ്കറിനെ ആണ് ഞങ്ങളത് തർക്കിച്ചത്. ഞങ്ങൾ വെളിയിറങ്ങുമ്പോൾ തോളി കൈയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ് ഞങ്ങളുടെ അഭിപ്രായങ്ങളാണ്, അല്ല ശത്രുക്കളായതുകൊണ്ടല്ല, അല്ലേ? അത് പ്രേക്ഷകർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ പകുതി പ്രശ്നം തീർന്നു. പ്രേക്ഷകരുടെ കാര്യം ഞങ്ങളെന്തോ വലിയ ശത്രു ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതുവരെ ഉണ്ടാകുന്ന സമീപനത്തിൽ പ്രകടമായ മാറ്റം വന്നിട്ടുണ്ട്. അത് താങ്കൾ അദ്ദേഹത്തിന് മാത്രമാണോ ചോദിച്ചാൽ എല്ലാവർക്കും വന്നിട്ടുണ്ട്. അതാണ് ഞാൻ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു, കൂടി വരുന്നു. എൻ്റെ ചിന്തയും എൻ്റെ രാഷ്ട്രീയവും എൻ്റെ മതവും കൂടി വരിക ഓരോരുത്തർക്കും. അത് മാറണമെങ്കിൽ രാഷ്ട്രീയക്കാർ തന്നെ തീരുമാനിക്കണം. ഈ തമ്മിലടിച്ച് നേട്ടം കൊയ്യുന്ന രാഷ്ട്രീയക്കാരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക ജനങ്ങൾ. അപ്പൊ ഇപ്പം താങ്കൾക്ക് തന്നെ, താങ്കളുടെ രാഷ്ട്രീയത്തിന്റെ പിന്തുണ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയത്തിന്റെ ഇവിടെ കിട്ടുന്ന, അല്ലെങ്കിൽ ആ രാഷ്ട്രീയം പിന്തുടരുന്നതിൽ മലയാള സിനിമയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, വെല്ലുവിളികളുണ്ടോ? ഈ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് മാറി നിന്നാൽ നമ്മൾ നശിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പറയാനുള്ളത് ഇനി എനിക്ക് വിധിച്ചത് എനിക്ക് വരും. 100 ആണോ? അല്ല വേറെ ആരും കൊണ്ടുവരുന്നതല്ലല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മരിക്കുകയാണെങ്കിൽ അത് എനിക്ക് വിധിച്ചതാണ്. അവിടെ എനിക്ക് എത്ര കൂട്ടുകാരുണ്ടെങ്കിലും അവർക്ക് എന്നെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. അപ്പോൾ എനിക്ക് വിധിച്ചത് എനിക്കുള്ളതാണെന്ന് വിശ്വസിച്ചിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയണം. എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന് വെച്ചാൽ അഭിപ്രായങ്ങൾ പറയാതിരുന്നാൽ ഞാൻ അഭിപ്രായങ്ങൾ പറയുന്നതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ പിന്നീട് അവരെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം തുറന്ന് പറയാൻ ആർജവം കാണിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവുന്നില്ല. അത് ഭയപ്പാടാണ്. എന്തിനു ഭയക്കണം? നല്ലത് പറയാൻ ഭയക്കരുത്. പിന്നെ ഒരു വ്യക്തിഹത്യയോട് ഞാൻ കുത്തിയിരുന്നിട്ടും ആർക്കും കമൻസ് ഇടാറില്ല. ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇടുന്നതിന് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആദ്യം ഇടും ഫാമിലി മെമ്പേഴ്സിന്. കാരണം നമ്മൾ നേരം വിളിക്കുമ്പോൾ ഇടുമ്പോൾ നമ്മൾ ലൈവായിട്ടിരിക്കണമെന്ന് അവർക്ക് അറിയാലോ, മനുഷ്യന്റെ കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റീവ്സിനൊക്കെ ദൂരെയൊക്കെ ഉള്ളവർക്ക് എന്തൊക്കെ എൻ്റെ വിശേഷം. ഇത് നമുക്കൊരു 5000 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ 5000 പേരും ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും ഇടുന്നതിന് പകരം നമ്മുടെ പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് മാന്യമായ കമന്റ് ഇട്ടാൽ കുറെ കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ പൊതു രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു പോകുന്നത്, താങ്കൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പാതയിലൂടെയാണ്, അതുകൊണ്ടുകൂടിയാണ് ചോദിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചില കമന്റുകൾ ഇത്തരക്കാർക്ക് ഒരു ഊർജം കൊടുക്കുന്നവയല്ലേ? അത് പ്രകടമായി, അതായത് ഈ വിവാദത്തെ കൂടുതൽ വഷളാക്കുന്ന രീതിയിലുള്ള സപ്പോർട്ടല്ലേ ആ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരിൽ
നല്ല നേതാക്കന്മാർ ഒരുപാടുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അവർക്കിപ്പോ അതിനകത്തുള്ള പലർക്കും അഭിപ്രായങ്ങൾ പറയാൻ ഭയക്കുന്നു. അതെന്തിനാണ്? അതായത് ഇപ്പൊ നമ്മൾ 10 പേര് ചേർന്ന ഒരു പാർട്ടിക്കകത്തുണ്ടെങ്കിൽ ഒരാൾ തെറ്റിയതാൽ ബാക്കി 9 പേര് പറയണം. ഇത് പറയാൻ അതിനകത്തുള്ളവർക്കും ഒരു ഭയം പോലെ തോന്നുന്നു. ജനങ്ങൾ അതാണ് ചോദിക്കുന്നത്. നമ്മൾ സിനിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കള്ളപ്പണത്തിന്റെ ഒരു ഒഴുക്ക് കൂടുതലായി നമ്മുടെ സിനിമയിലേക്ക് വരുന്നു. ഗൾഫ് പണം വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കള്ളപ്പണത്തിന്റെ അളവ് കൂടി വരുന്നത് പറയുന്നത്. ഒപ്പം തന്നെ നമ്മൾ കേൾക്കുന്ന വാക്കാണ് സിനിമാ ജിഹാദ്, മയക്കുമരുന്നിന്റെ സ്വാധീനം. ഇതൊക്കെ സിനിമയ്ക്കുള്ളിൽ തന്നെ നിൽക്കുന്ന താങ്കൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇതിന്റെ ഒരു ഭീഷണി എത്രമാത്രം മലയാള സിനിമയിലുണ്ട്? എങ്ങനെയാണ് മലയാള സിനിമയെ ദൂഷിപ്പിക്കുന്നത്? ഈ മയക്കുമരുന്ന് സിനിമയിൽ സുലഭമാണെന്ന് പറഞ്ഞത് സിനിമയുടെ അസോസിയേഷന്റെ ആൾക്കാരുണ്ട്. രഞ്ജിത്തും സുരേഷ് കുമാറും അവരൊക്കെ പറയുന്നുണ്ട്. കാരണം അവർക്ക് തെളിവുകൾ സഹിതം കിട്ടിയതാണ്. അപ്പോൾ അത് മാറ്റാൻ ഒറ്റ പോകും വഴി അത്രക്കാരെ സിനിമയിൽ എടുക്കാതിരിക്കാന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നീ അത് വലിക്കണ്ട എന്ന് പറയാൻ നമുക്ക് ആർക്കും റൈറ്റ് ഇല്ല. ഞാൻ മദ്യപിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. പക്ഷെ എന്റെ മദ്യപാനം കൊണ്ട് അത് മറ്റുള്ളവർക്ക് ദോഷം വരരുത്, അല്ലേ? അതിനെയൊക്കെ ആഘോഷിക്കുന്ന തരത്തിലുള്ള സിനിമകളാണ് ഇപ്പൊ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ന്യൂ ജെന്നിന്റെ ആ ഒരു, പക്ഷെ അവരെ കുറ്റപ്പെട്ട് കാര്യമില്ല. ഇപ്പൊ IT മുഴുവൻ അത് വരികയാണ്. മദ്യം സുലഭമാക്കാൻ പോവാണ്. എല്ലാ IT ഇതിലത്തെ ടെക്നോ പാർക്ക് പോലെയുള്ള സ്ഥലങ്ങളില് മദ്യം വിളമ്പാൻ പോവുകയാണ്. ആഘോഷം എന്ന് പറഞ്ഞാൽ മദ്യമാണെന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ. അവിടെ ആഘോഷമല്ല. രാവിലെ മുതൽ ഓഫീസുകളിൽ ഇരിക്കുന്ന കൊച്ചുകുട്ടികളാണ് മിക്കവാറും എല്ലാം ഈ IT പ്രൊഫഷണൽസ്. അവർ മുഴുവൻ രാവിലെ വന്നിരിക്കുമ്പോഴത്തേക്ക് ഇത് അടിക്കാൻ തുടങ്ങിയുള്ളൂ. നമ്മുടെ നാട് എവിടെ ചെന്ന് അവസാനിക്കും? കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും എല്ലാം കൂടുകയാണ്, യാതൊരു സംശയം വേണ്ട. അത് ശരി. നമ്മുടെ ഈ മട്ടാഞ്ചേരി മാഫിയയിലേക്ക് തിരിച്ചു വന്നാൽ ഈ കള്ളപ്പണത്തിന്റെ ഒക്കെ ഒരു അളവ്, അതിനെപ്പറ്റി ആ ഒരു ഇതിന് എന്തെങ്കിലും താങ്കൾക്ക് വിവരം ലഭിച്ചു? ഞാൻ പറഞ്ഞല്ലോ, മട്ടാഞ്ചേരി മാഫിയ എന്നൊരെണ്ണം ഉണ്ട് എന്ന് പലരും പറഞ്ഞതിനാണ് ഞാൻ അന്ന് ചർച്ച ചെയ്തത്. അങ്ങനെ ഉണ്ടെങ്കിൽ അന്വേഷിക്കുക. മട്ടാഞ്ചേരിയിൽ മാത്രമേ ഉള്ളൂ കള്ളപ്പണമുള്ളവര് സിനിമ എടുക്കുന്നത്. തിരുവനന്തപുരത്തും കള്ളപ്പണമുള്ളവർ പടം എടുക്കുന്നുണ്ടാവാം, കോഴിക്കോടും എടുക്കുന്നുണ്ടാവാം. കള്ളപ്പണമുള്ളവർ എല്ലായിടത്തും ഉണ്ട്. അവിടെ പടം എടുക്കുന്നതിനല്ല നമ്മൾ പറയുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ മോശക്കാരനാക്കാൻ വേണ്ടി സിനിമ എടുക്കരുതെന്നുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ആർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഞാനിപ്പോ ഒരു 50 കോടിയുടെ സിനിമ എടുക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ 50 കോടി എങ്ങനെ വന്നു? അതൊക്കെ അന്വേഷിക്കണം. അതോടൊപ്പം ഒരു നിയമം കൊണ്ടുവരാം. പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരാള് അയാൾ എത്ര രൂപ പ്രൊഡ്യൂസ് ചെയ്യുന്നോ അത് അയാളുടെ ബാങ്കിൽ കാണുന്നു. അപ്പൊ 50 കോടിയുടെ ഒരു പടം എടുക്കുന്ന ആൾക്ക് എൻ്റെ കയ്യിൽ 50 ലക്ഷമേ ഉള്ളൂ, പിന്നെ ബാക്കി പൈസ എവിടുന്ന് വന്നു? അത് പോരാ. അയാൾ 50 കോടി രൂപയുടെ പടം എടുക്കുമ്പോൾ 50ന്റെ ടാക്സ് അടയ്ക്കണം. ആ സോഴ്സ് ഓഫ് ഇൻകം കാണിച്ച് അത് കേന്ദ്രം അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്ന് ഓരോരുത്തർക്കും ഒരു കള്ളവും കാണിക്കാൻ പറ്റില്ല. അങ്ങനെ കാണിക്കാൻ പറ്റും? പൈസ എടുത്തെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണ്ടേ? അതെനിക്ക് ഇങ്ങനെ തന്നെന്ന് പറയാൻ പറ്റില്ല. 5000 രൂപ കൂടുതൽ നമുക്ക് ക്യാഷ് ആയിട്ടൊന്നും ഒരു വ്യക്തിക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല. അവയെല്ലാം ബാങ്ക് വഴിയെ പോകാവൂ. ഇങ്ങനെ ഒരു മോശം പ്രവണത താങ്കൾക്ക് ഫീൽ ചെയ്ത ഏതെങ്കിലും ചിത്രങ്ങളുണ്ടോ? അത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോലെയാണ്. ഞാനിപ്പോ ഒരു പടം തുടങ്ങുമ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ സിനിമ കണ്ടപ്പോൾ അത് മോശമായി പോയി എന്ന്. തീർച്ചയായിട്ടും അത് ഒരുപാട്. ഇപ്പൊ ഒരു കാര്യമില്ലാതെ മോഹൻലാലിനെ ഒരു പടത്തിനകത്ത് ഡയലോഗിൽ കൂടെ കളിയാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഇൻഡസ്ട്രിയിലുള്ള പരസ്പരം ആൾക്കാരെ കളിയാക്കുന്നത് ഇതൊരു കുടുംബമല്ലേ? ഒരു കുടുംബത്തിലുള്ള ഒരാൾ അടുത്ത അത് പറയുന്ന മോഹൻലാൽ മമ്മൂട്ടിയെ കുറിച്ചും മമ്മൂട്ടി മോഹൻലാലിനെ കുറിച്ചും ഒക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ അവർ പറയില്ല. ഈ ചെറിയ ചെറിയ താരങ്ങളെ കൊണ്ട് അവരെ പറയിപ്പിക്കുന്നു. ഉണ്ണി മുകുന്ദൻ എന്ത് തെറ്റാണ് ഇവരോട് ചെയ്തത് എന്ന് പറയൂ. ഏതോ റീസൺ പറയട്ടെ. അവരെ എന്താ ജയ് ഗണേശിൽ അഭിനയിച്ചതുകൊണ്ട് അല്ലെങ്കിൽ മാളികപ്പുറത്തിൽ അഭിനയിച്ചത് തെറ്റാണോ? ഇതിനു മുമ്പേ ഉള്ള നടന്മാരെല്ലാം ഇങ്ങനത്തെ റോളുകൾ ചെയ്തിട്ടില്ലേ? അദ്ദേഹം രാഷ്ട്രീയം തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. എന്തുകൊണ്ട് പറഞ്ഞൂടാ? ഈ മതത്തിൽപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ. അതാണ് ഞാൻ ചോദിച്ചത്. കൈരളിയുടെ ചെയർമാനാണെന്ന് പറയാൻ മമ്മൂട്ടി കാണിച്ച ആർജവം എവിടെ പോയി ബാക്കിയുള്ളവർക്ക്? ഞാൻ BJP ആണെന്നുണ്ട് സുരേഷ് ഗോപി പറഞ്ഞെങ്കിൽ സുരേഷ് ഗോപിക്കുള്ള ആർജവം എവിടെ പോയി ബാക്കിയുള്ളവർക്ക്? അപ്പൊ ഉണ്ണി മുകുന്ദൻ പറഞ്ഞു, ശോഭന പറഞ്ഞു, അനുശ്രീ പറയുന്നു. ഇപ്പൊ പറഞ്ഞത് കൂടിക്കൂടി വരികയല്ലേ? അദ്ദേഹത്തെ പല രീതിയിലും കളിയാക്കുന്ന, പല ട്രോൾ ചെയ്യുന്ന പേരുകൾ വഴിയാണ്. കളിയാക്കുന്ന ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ മാന്യമായി കളിയാക്കണം. വീട്ടിലിരിക്കുന്ന അച്ഛനെയും അമ്മയും ചേർത്ത് പറയുമ്പോൾ ഇവരും ചിന്തിക്കണം, എഴുതണവന്റെ സ്റ്റാൻഡേർഡ്. അവ അത്രയും തറ ആയതുകൊണ്ടല്ലേ ഇത്തരം കമന്റ്സ് ഇടാൻ പറ്റുള്ളൂ, ഇല്ലേ?
അത് പലരും വളരെ മോശം, അല്ല. വളരെ നമുക്ക് അതിനൊക്കെ പക്ഷെ വേണമെങ്കിൽ ഒരു നിയമം കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതൊക്കെ അത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ഓരോരുത്തരും തയ്യാറാവണം. നിയമമൊന്നുമല്ല, ഇപ്പം ഭരണത്തിലിരിക്കുന്ന ആൾക്കാരൊക്കെ നിയമം കൈയാളുന്നവരൊക്കെ തന്നെയാണ് ഇതിന് പ്രോത്സാഹനം കൊടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന പേയ്ക്കുത്തുകളാണ് ഇവിടെ കൂടുതലും ജനങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പറയാൻ പറ്റുമോ? എന്തൊക്കെയാണ് പച്ചത്തെറികളൊക്കെ ഇന്നാള് ഒരു നേതാവ് മറ്റൊരു നേതാവ് ലേറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ പേരുകൾ പറയുന്നില്ല, അറിയാലോ, സ്ത്രീകൾ ഇരിക്കുന്നു എന്ന് പോലും നോക്കാതെ തെറി പറയുന്നു. ഇതൊക്കെ എന്ത് സംസ്കാരമാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ സിനിമയിലേക്ക് കൂടി വ്യാപിക്കുമ്പോൾ അത് ഏതൊക്കെ രീതിയിലാകും ഇനി ഇൻഡസ്ട്രിയെ മാറ്റുക താങ്കളുടെ അഭിപ്രായത്തിൽ? അതായത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാവരിലും ഒരു രാഷ്ട്രീയമുണ്ട്, എല്ലാവരിലും ഒരു മതവുമുണ്ട്. ഇത് രണ്ടും രണ്ടായി കാണാത്ത പക്ഷം കോടികൾ മുടക്കുന്ന പടങ്ങൾക്ക് നഷ്ടം വരും. എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഇനി മമ്മൂട്ടി പടം കാണില്ല, എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഇനി മോഹൻലാൽ പടം കാണില്ല. ഒന്ന് ആലോചിക്കുക, പ്രൊഡ്യൂസറുടെ ഒരവസ്ഥ, ഒപ്പം ജീവിക്കുന്ന കുറെ പേരുടെ അവസ്ഥ. അത് ചിത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആലോചിക്കുന്നു? ഇപ്പൊ ഒരു ചിത്രം എടുക്കണമെങ്കിൽ പണ്ട് എങ്ങനെ അതുപോലെ മാന്യമായ ഒരു സബ്ജക്റ്റ് എടുത്ത് പൊതുജനത്തിന് സന്ദേശം നൽകുന്ന ചിത്രങ്ങൾ എടുത്താൽ മതി. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി എന്തിനാണ് സിനിമ എടുക്കുന്നത്? ഇപ്പൊ അത് കൂടിക്കൂടി ഡയലോഗ്സ് ആയാലും ഇല്ലേ, എല്ലാം ഡബിൾ മീനിങ്ങും കുടുംബസമേതം കാണാനാണ് സങ്കടകരമാണെന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടായിരിക്കാം കേട്ടോ എൻ്റെ തലമുറയുടെ മാറ്റം എന്നൊക്കെ പറഞ്ഞാലും കുറച്ചൊക്കെ ഒരു അഭിമാനവും കൂടെ വേണ്ടേ? അല്ല, ഈ കള്ളപ്പണത്തിന്റെ വേരുകൾ തേടി പോകുമ്പോൾ കള്ളപ്പണം മുടക്കുന്നത് ഇതേപോലുള്ള അജണ്ടകൾ പ്രചരിപ്പിക്കാനാണ്. അതാണ് 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 ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടി പണം മുടക്കരുതെന്നാണ് ഞാൻ ഈ പറയണേ. ജനങ്ങളെ ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും അല്ലെങ്കിൽ ലാഭം കിട്ടാനും പടം എടുക്കും. ഇത് നഷ്ടം വന്നാലും പ്രശ്നമില്ല, മറ്റവനിട്ട് വേല വയ്ക്കണം എന്നൊന്നും പടം എടുക്കരുത്. അങ്ങനെയുള്ളവരുണ്ട്, നല്ല ഇഷ്യൂസ് ഒക്കെ വരുന്നത്. അത് എല്ലാവരും കൂടെ അസോസിയേഷനിൽ ഇവിടെ നമുക്ക് നല്ല നല്ല തലപ്പത്തിരിക്കുന്ന സുരേഷ് കുമാർ, രഞ്ജിത്ത്, നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടൊരു ചർച്ച വയ്ക്കണം എന്നാണ് ഞാൻ. ഇപ്പൊ ഈ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ഉണ്ണികൃഷ്ണനെയൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇതിനൊരു അവിടെ ദിനേശ് പണിക്കരുത്ത് അവരുടെ ആത്മ എന്നൊരു സംഘടനയുണ്ട്. അപ്പോൾ ഞാൻ ദിനേശ് പണിക്കരുത്തും പറഞ്ഞു, നോക്കൂ നിങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് ഈ പരസ്പരം ഇപ്പോൾ ഗണേഷ് കുമാർ തന്നെ സുരേഷ് ഗോപി ഇങ്ങനെ നക്കിക്കഴിച്ചു എന്ന് പറഞ്ഞ് എത്രയായാലും അയാള് കൂടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാളുടെ രാഷ്ട്രീയമുള്ളതിൻ്റെ പേരിൽ മാത്രം അങ്ങനെ അധിക്ഷേപിക്കത്തക്കവണ്ണം അതൊരു മോശം കാര്യമാണെന്ന് നമുക്കാർക്കും തോന്നിയിട്ടുണ്ട്. പാത്രം നക്കി കഴിക്കുന്നത് അന്തസ്സല്ലേ, അത് അന്നം കളയരുതെന്ന് വിചാരിക്കുന്നത്. ഈ ഒരു ചാൻ വയറിന് വേണ്ടിയാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് അല്ലേ? അത് കിട്ടിയാൽ ഹാപ്പി അല്ലേ എല്ലാവരും? അത് കിട്ടിയില്ലെങ്കിൽ കോടിയുണ്ട്, രാജാവാണ്, തൊപ്പി വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തല മുഴുവൻ പുണ്ണാണ്, ഇത് തൊപ്പി വയ്ക്കാൻ പറ്റില്ല, പക്ഷെ രാജാവാണെന്ന് പറയരുത്. നല്ല ഭക്ഷണം കഴിച്ച് സുഖമായി ജീവിക്കുന്നവനാണ് ഏറ്റവും ഭാഗ്യവാൻ അല്ലേ? സുരേഷ് ഗോപി അത് ഒരു ശകലം പോലും കളയണ്ടെന്നുള്ളൊരു സെൻസിൽ ചെയ്തതിന് വളരെ മികച്ചമായിട്ട് ഗണേഷ് കുമാർ പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ വിഷമമാണ് തോന്നുന്നത്. അതൊക്കെ രാഷ്ട്രീയം ആയിക്കോട്ടെ, വേറെ എന്തെല്ലാം പറഞ്ഞു രാഷ്ട്രീയം പറയാം അല്ലെ, വ്യക്തി ആഹാരം കഴിക്കുന്നതിനൊക്കെ പറഞ്ഞപ്പോൾ എനിക്കെന്താ ഭയങ്കര വിഷമം തോന്നി. തിരിച്ച് അതേപോലെ പുള്ളിയെ കുറിച്ച് എന്തെല്ലാം പറയാനുണ്ടാവും ഇല്ല, എല്ലാവരിലും ഓരോ നെഗറ്റീവ്സും ഉണ്ട്. അതെല്ലാം കൂടെ വിളിച്ച് പറഞ്ഞ് പരസ്പരം ചെളിവാരി എറിഞ്ഞ് നാണക്കേടല്ലേ രാഷ്ട്രീയത്തിന്? നാളെ ഇതേ പാർട്ടിയിൽ ഇവരൊക്കെ വന്നുകൂടായികയില്ലല്ലോ. അപ്പോൾ ഒരു മാന്യമായിട്ടുള്ളൊരു രാഷ്ട്രീയമൊക്കെ ഇനി നമ്മൾ ആഗ്രഹിക്കണ്ട, തീർന്നു. അപ്പോൾ ഈ ഇവരുടെ പ്രതിച്ഛായകൾക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ ഇതുകൊണ്ടൊക്കെ? ഇതുകൊണ്ടൊന്നും മോഹൻലാലിനോ മമ്മൂട്ടിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന അവർക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ രീതിയിൽ വരുന്നുണ്ടോ? അവർ ഈ രീതി ചിന്തിക്കുന്നുണ്ടോ? മമ്മൂട്ടിക്കും മോഹൻലാലായാലും ഇവർക്കൊക്കെ ആയുസുള്ളിടത്തോളം ഇവർ അഭിനയിക്കും, നല്ല പടങ്ങൾ ഓടും, അതിൽ എല്ലാ മതസ്ഥരും അവരെ വെച്ച് പടം എടുക്കും, എല്ലാ മതസ്ഥരും പടം കാണും. പഴയതുപോലെ മമ്മൂട്ടിയുടെ ഡയലോഗ് പറഞ്ഞത് നാളെയും സൂര്യൻ ഉദിക്കും. അപ്പോൾ ഇതിൽക്കിടയിൽ ഈ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അത്തരക്കാരെ അകറ്റി നിർത്താൻ ഈ അസോസിയേഷൻ വിചാരിച്ചാൽ പറ്റും കേട്ടോ. സെൻസർ ബോർഡും കൂടെ തീരുമാനിക്കണം, ഇത്തരം ഡയലോഗുകൾ നമ്മൾ ചെയ്യില്ല. ഒരു വ്യക്തിഹത്യ ഭയങ്കര കഷ്ടമല്ലേ? ആ ചിത്രയൊക്കെ എനിക്കത് കേൾക്കുമ്പോൾ സങ്കടമാണ്. അവിടെ ഉടനെ എൻ്റെ ചിത്രയുടെ ജാതി എൻ്റെ ജാതി ഒന്നാണെന്നൊന്നും ആരും പറയരുത്. അത് സ്ത്രീയാണ് അല്ലേ? അവരുടെ വിശ്വാസം അവർ ഒന്ന് പറഞ്ഞു എന്നുള്ളതിന് പേരിൽ അവരുടെ കുഞ്ഞിനെ വരെ പറയണതൊക്കെ അതൊരു സംസ്കാരമില്ലായ്മ. പറയണവരുടെ അവർ സ്വയം ചിന്തിക്കണം, അയ്യേ ഞാനിവിടെ ലീബീനാവുകയാണ് ഇത് വായിക്കുന്നവരുടെ മുമ്പിൽ നിന്ന് അവൻ ചിന്തിക്കണം.
അല്ല വേണ്ടേ? അങ്ങനെ ഈ മറ്റുള്ളവരുടെ വേദനകൾ കാണുന്നവരല്ല അവരൊന്നും. അല്ല ആവണം, കുറച്ചൊക്കെ ആവണം, ഇല്ലെങ്കിൽ നാളെ ഇവര് വേദനിക്കും. ഇവരുടെയൊക്കെ വിചാരം ഇത് കൊണ്ട് കക്കക്കാന്ന് കുറെ പേര് സ്മൈലിയൊക്കെ ഇട്ട് ഇങ്ങനെ ചിരിക്കുന്നില്ലേ, നാളെ ഇവനൊരു നെഗറ്റീവ് വരുമ്പോഴാണ് ദൈവമേ ഞാൻ അന്ന് ചെയ്ത എൻ്റെ പാപങ്ങളാണ് ഇതൊക്കെയെന്ന്. ഈ നിരീശ്വരവാദികളുണ്ട് ഒരുപാട്, ഇങ്ങനെ ചാനലുകളൊക്കെ വന്നിട്ട് ദൈവമില്ല മറ്റതില്ല, അവരുടെയൊക്കെ കുടുംബത്തിലൊക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ പുറത്തുണ്ടാകുന്ന നഷ്ടങ്ങളെന്നറിയാമോ? വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുന്ന പോലെ വിശ്വസിച്ചാൽ അവനെ നേർവഴിക്ക് നയിക്കാൻ പറ്റും. സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്നുള്ളതല്ല വിഷയം. നമ്മൾ കുട്ടിക്കാലത്ത് നീ നല്ല ചെയ്തില്ലെങ്കിൽ നരകത്തിൽ പോകുമെന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നന്മയുടെ പാതയിൽ, പിന്നൊരു 18 വയസ്സാകുമ്പോൾ ഇതൊന്നും ഇല്ലാന്ന് വിശ്വസിച്ചാലും കുഴപ്പമില്ല, കാരണം ബേസ് നന്മയിലേക്ക് പൊക്കഴിഞ്ഞു നമ്മുടെ, അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതിനെയൊക്കെ നമുക്ക് ആവശ്യമില്ലാതെ ഇരുന്ന് സമയം കളഞ്ഞ് കമന്റ് ഇടാതെ അവരും ഇതുപോലെയൊക്കെ ഒരു മമ്മൂട്ടി മോഹൻലാലൊക്കെ ആവാൻ ശ്രമിക്കട്ടെ. ശരിയാണ്. നമ്മൾ ഇതുവരെ സംസാരിച്ചു വന്നത് മലയാള സിനിമയിലെ ചില മോശം പ്രവണതകളെ കുറിച്ചാണ്. അതേക്കുറിച്ച് വളരെ പരിചയസമ്പന്നനായിട്ടുള്ള ശ്രീ വിനു ഗീയത്ത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽപ്പെട്ട, അദ്ദേഹത്തിന്റെ പരിചയത്തിൽപ്പെട്ട ചില പ്രശ്നങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അത് എങ്ങനെ പരിഹരിക്കണം, അതായത് അതിൻ്റെതായ നിയമനിർമ്മാണത്തിലേക്കോ അല്ലെങ്കിൽ സെൻസർ ബോർഡോ അല്ലെങ്കിൽ ഇതിന്റെ അപ്പെക്സ് ബോഡികൾ പോലെയുള്ള ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനകൾ പോലെയുള്ള ബോഡികളോ ഇത് തീർച്ചയായും കണക്കിലെടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിന് വളരെ നന്ദി. താങ്ക് യു.